പ്രിയ സഹോദരങ്ങളെ, പൗളിയൻ ലേഖന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇത് 9ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നാം കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1ാമത്തെ ലേഖനത്തിലേക്ക് എത്തിയിരിക്കുക. വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് 4 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലെ 1ാമത്തെ ലേഖനം നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. 2ാമത്തെ എഴുതിയ ലേഖനമാണ് 1ാമത്തെ ലേഖനമായി നാം കരുതപ്പെടുന്നത്. ഈ ലേഖനത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പ്രധാനമായും ഗ്രീസിലെ കോരിന്ത് സഭയിൽ മിക്കവരിലും പരിശുദ്ധാത്മാവിന് വലിയ കാരിസമുള്ള വ്യക്തികളായിരുന്നു. അതേസമയം അവരുടെ സന്മാർഗിക പ്രവൃത്തികൾ എപ്രകാരമാണ് ക്രിസ്തുവിന് മുമ്പിൽ വ്യാപരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് കുറവ് അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് ലീഗ ഈ ലേഖന ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും നാം ജീവിക്കേണ്ട ജീവിത രീതികളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ലേഖനമാണ് വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം. കാരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്രകാരമാണ് നമ്മൾ ക്രൈസ്തവ ജീവിതം നയിക്കേണ്ടതെന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ചും അതുപോലെ എസ്കറ്റോളജി, അതായത് മരണശേഷം എങ്ങനെയാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ പൗലോസ് ലീഗയുടെ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം. അതുകൊണ്ട് നമുക്ക് നേരെ വിശുദ്ധ പൗലോസ് ലീഗയുടെ ഈ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം. 1ാമത്തെ അധ്യായത്തിൽ തന്നെ വിശുദ്ധ പൗലോസ് ലീഗ അവർക്ക് കൃപയും സമാധാനവും എല്ലാം യേശുക്രിസ്തുവിൽ ആശംസിക്കുന്നുണ്ട്. അതിനുശേഷം അവരെ വിളിക്കുന്ന വിളി നമ്മൾ ശ്രദ്ധിക്കണേ. സന്മാർഗിക ജീവിതത്തിൽ അധപതിക്കുന്ന സമൂഹം ആയിട്ട് പോലും വിശുദ്ധ പൗലോസ് ലീഗ അവരെ വിളിക്കുന്നത് വിശുദ്ധന്മാരെ എന്നാണ്. ആ വചനഭാഗം നമുക്ക് കേൾക്കാം. 1ാമത്തെ അധ്യായം 2ാമത്തെ വാക്യം. കൊരിന്ഥോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത്, യേശു ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. അപ്പോൾ വിശുദ്ധരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു അഭിസംബോധന, ഇത് നമുക്കും നമ്മെ വിളിക്കേണ്ട ഒരു അഭിസംബോധനയെ നമ്മൾ മനസ്സിലാക്കണം. പാപകരമായ ജീവിതത്തിൽ വസിക്കുന്ന ആര് തന്നെയായാലും അവരെല്ലാവരും തന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് വിശുദ്ധിയുള്ളവരാകണം. അതുകൊണ്ട് വിശുദ്ധരെ എന്ന് അഭിസംബോധന ചെയ്യണം എന്ന് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് വിശുദ്ധ പൗലോസ് ലീഗ. അപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ മാറ്റേണ്ട ആവശ്യത്തെക്കുറിച്ചുള്ള ഒരു വെളിച്ചം തരുന്ന ഒരു അഭിസംബോധനയാണ് പൗലോസ് ലീഗ ഇവിടെ നൽകുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ വിശ്വാസികൾക്കിടയിലുള്ള ഭിന്നതയെ പറ്റി പറയുക. അത് ഇപ്രകാരമാണ്. ചില ആളുകൾ ഞങ്ങൾ പൗലോസിൻ്റെ ആളുകളാണ് എന്ന് പറയുക. ചില ആളുകൾ പറയുകയാണ് ഞങ്ങൾ അപ്പോളോസിൻ്റെ ആളുകളാണ്. ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ കേപ്പായുടെ പത്രോസ് ലീഗയുടെ നേരിട്ടുള്ള ആളുകളാണ്. എന്നാൽ ചിലർ പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ വിഭാഗീയത ഉണ്ടാവുകയും അവർ തമ്മിൽ പരസ്പരം തർക്കിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേപോലെയുള്ള വിഭാഗീയതകളുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നിന്ന ആളുകളുടേതാണ്, അല്ലെങ്കിൽ ഇന്നിന്ന സഭകളുടേതാണ്, ഞങ്ങൾ ഇന്നിന്ന റീത്തുകളിൽപ്പെട്ടതാണ് എന്ന രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് പ്രവേശിക്കുക. ഈ തർക്കങ്ങളെല്ലാം വ്യർത്ഥമാണെന്നുള്ള കാര്യം പൗലോസ് ലീഗ വളരെ വ്യക്തമായി അഭിസംബോധന ചെയ്യുക. നിങ്ങൾ എന്തിനാണ് പത്രോസിൻ്റെയാണ്, പൗലോസിൻ്റെയാണ്, അപ്പോളോസിൻ്റെയാണ്, ക്രിസ്തുവിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നത് എന്ന് പൗലോസ് ലീഗ അവരുടെ ഉള്ളിലെ ഭിന്നതകളെക്കുറിച്ച് അവരെ വിമർശിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മളെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, ക്രിസ്തുവിന് വേണ്ടിയുള്ളവരാണ് എന്നുള്ള വസ്തുതയാണ് പൗലോസ് ലീഗയുടെ ആണായിട്ട് പറയുന്നത്. ഇവിടെ പൗലോസ് ലീഗ മറ്റൊരു കാര്യം പറയുക, എൻ്റേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും അവകാശപ്പെടേണ്ട. ഞാൻ അവിടെ 2-3 പേർക്ക് മാത്രമേ സ്നാനം നൽകിയിട്ടുള്ളൂ. സ്നാനം നൽകുകയല്ല എൻ്റെ ജോലി. ഞാൻ അവിടെ മിഷൻ പ്രവർത്തനത്തിന് വരികയാണ് ചെയ്തത് എന്ന കാര്യം പൗലോസ് ലീഗ പറയുക. അതായത് സുവിശേഷം പ്രസംഗിച്ച് അനേകം ആത്മാക്കളെ നേടി യാത്ര ചെയ്യുന്ന ഒരു പ്രേക്ഷിത യാത്രയാണ് പൗലോസ് ലീഗ ചെയ്യുന്നത്. ഈ ആത്മാക്കളെ എല്ലാം ഒരു സഭയാക്കി രൂപാന്തരീകരിച്ച് കൊണ്ടുപോകുന്നൊരു കർത്തവ്യമാണ് അപ്പോളോസ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ പൗലോസിൻ്റേതാണ് ഞാൻ എത്ര പേർക്ക് അതിന് സ്നാനം നൽകിയിട്ടുണ്ട് എന്ന് പൗലോസ് ലീഗ ചോദിക്കുക. അപ്പോൾ ഇത് ആര് തന്നെയായാലും, ഏത് ശുശ്രൂഷ തന്നെയായാലും പൗലോസ് ലീഗ വിജാതീയതയിൽ പ്രവർത്തിച്ച് അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു. അവരെ സഭയിലേക്ക് നയിക്കുന്ന ചുമതല
അപ്പോളോസ് ചെയ്തു. എന്തു തന്നെയായാലും അത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള വസ്തുതയാണ് പൗലോസ് ശ്ലീഹയുടെ അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. അത് പ്രസിദ്ധമായൊരു വചനമാണ് കുരിശിൻ്റെ ഭോഷത്വം. ഇവിടെ നമ്മൾ പ്രത്യേകമായി കുറച്ചൊരു ആഴത്തിലുള്ള പ്രബോധനത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. 1-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുവചനം ഞാൻ വായിക്കുകയാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. അടുത്ത വരി ഇങ്ങനെ പറയുകയാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പറയുന്നത് ഇങ്ങനെയാണ്, അത് കുരിശിൻ്റെ വചനമാണ്, സഹനത്തിൻ്റെ വചനമാണ്. അപ്പോൾ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. അപ്പോൾ ഈ കുരിശ് കാണുമ്പോൾ, സഹനത്തെ പറ്റി പറയുമ്പോൾ അത് ഭോഷത്വമായി തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നാശത്തിലൂടെയാണ് ചരിക്കുന്നതെന്നാണ്. എന്നാൽ രക്ഷയിലേക്കുള്ളവർക്ക് ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. പൗലോസ് ശ്ലീഹ പറയുന്ന സുവിശേഷത്തെ പറ്റി പറയുന്ന, കുരിശിൻ്റെ വചനത്തെ പറ്റി പറയുന്ന മഹത്തമായ വചനമാണിത്. അടുത്തത് ശ്രദ്ധിക്കണേ, വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ഇനി 22-ാമത്തെ വചനമായ, യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇവിടെ പറഞ്ഞതിന് അർത്ഥം? കുറച്ചും കൂടി ആഴത്തിലേക്ക് കടന്നു ചെല്ലാൻ പോവുക. അതായത് യഹൂദരായ ആളുകൾ അവർ അന്വേഷിക്കുന്നത് അടയാളങ്ങളാണ്. സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും അടയാളം ലഭിക്കുമോ എന്ന് യേശുവിനോട് ചോദിക്കുന്നത് നമുക്ക് ബൈബിളിൽ കാണാം. അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും വേണം, എങ്കിൽ മാത്രമേ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ അടയാളങ്ങൾ അന്വേഷിച്ച് പോകുന്ന ഒരു സമൂഹമാണ് യഹൂദർ. എന്നാൽ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടയാളങ്ങളൊന്നുമല്ല വിഷയം, അത്ഭുതങ്ങളുണ്ടായ അവർക്ക് കാര്യമില്ല. വലിയ അത്ഭുതങ്ങൾ കാണിക്കുകയോ അടയാളങ്ങൾ കാണിക്കുകയോ ഒന്നും അവർക്ക് വിഷയമുള്ള കാര്യമേ അല്ല. അവരെ സംബന്ധിച്ച് വിജ്ഞാനം എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. വിജ്ഞാനമുണ്ടോ, ജ്ഞാനം ലഭിക്കുമോ, വിജ്ഞാനം ലഭിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഗ്രീക്കുകാരുടെ ഒരു സംസ്കാരം അനുസരിച്ച് അവർ വിജ്ഞാനം, പുതിയ പുതിയ അറിവുകൾ തേടി നടക്കും. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് അറിവൊന്നും വിഷയമുള്ള കാര്യമില്ല. നിയമങ്ങളെല്ലാം അവർക്കറിയാം, നിയമജ്ഞരാണ് അവർ പലരും. അപ്പോൾ അറിവിന് വേണ്ടി അവർ പിന്നാലെ നടക്കില്ല, പകരം ദൈവത്തിൽ നിന്നാണ് എന്നതിൻ്റെ എന്താണ് അടയാളം എന്നാണ് അവർ ചോദിക്കുക. അപ്പോൾ ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ യഹൂദരെ സംബന്ധിച്ച് അവർ കൂടുതലായിട്ടും അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിച്ച് പിറകെ പോകുന്ന ജനമാണ്. യഹൂദർക്ക് പുറമെ ഗ്രീക്കുകാരെ സംബന്ധിച്ച് അവർക്ക് വിജ്ഞാനം അന്വേഷിക്കുക, വിജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ രക്ഷ കിട്ടും എന്നുള്ളൊരു ജ്ഞാനവാദത്തിൻ്റെ ചിന്താഗതിയിലുള്ള വ്യക്തികളാണ് ഗ്രീക്കുകാർ. എന്താണ് ജ്ഞാനവാദം? അതായത് മനുഷ്യൻ്റെ ശരീരത്തിൽ ആത്മാവിനെ തളച്ചിട്ടിരിക്കുകയാണ്, ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ഈ ശരീരത്തെ വിട്ട് പുറത്തേക്ക് വരും, അങ്ങനെ മോക്ഷം പ്രാപിക്കും എന്നുള്ളൊരു കൺസെപ്റ്റാണ് ജ്ഞാനവാദികൾക്കുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ജ്ഞാനത്തിൻ്റെ ദേവതയൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ജ്ഞാനം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരെ സംബന്ധിച്ച് മോക്ഷത്തിലേക്കുള്ളൊരു വഴിയായിട്ടാണ് അവർ കാണുന്നത്, സ്വർഗം കിട്ടാനുള്ളൊരു വഴി. അതുകൊണ്ട് ജ്ഞാനത്തിന് പിറകെ അവർ നടക്കും. അപ്പോൾ ജ്ഞാനം അന്വേഷിക്കുന്ന ഗ്രീക്കുകാർക്കും അതുപോലെ അടയാളം അന്വേഷിക്കുന്ന യഹൂദർക്കും കുരിശ് ഒരുപോലെ ഇടർച്ചയാണ്. യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, ഗ്രീക്കുകാർക്ക് ഭോഷത്വമാണ്. അതിന് പ്രത്യേകത എന്താണ്? യഹൂദന്മാർക്ക് ഇടർച്ച എന്ന് പറയുന്നത്, ഒരു രക്ഷകൻ മിശിഹ വന്നു കഴിഞ്ഞാൽ ജെറുസലേം ദേവാലയം പുനഃസ്ഥാപിക്കുകയും രാജാവായി അവരോധിക്കപ്പെടുകയും ലോകം മുഴുവൻ ഭരിക്കുകയും ചെയ്യുന്ന, മോശയെ പോലെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മിശിഹായെയാണ് യഹൂദന്മാർ കാണുന്നത്. അതുകൊണ്ടാണ് അവർ അടയാളം അന്വേഷിക്കുന്നത്. മോശ 10 അടയാളങ്ങളിലൂടെയാണ് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇതേപോലെ അടയാളം ലഭിക്കാനാണ് യഹൂദന്മാർ മിശിഹായോട് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തു എന്താ സംഭവിച്ചത്? ജെറുസലേം ദേവാലയത്തിലേക്ക് വരികയും അവിടെ വെച്ച് പിടിക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു ഇടർച്ചയാണ്. ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് ദേവാലയം പുനഃസ്ഥാപിച്ച്
റോമാക്കാരെ തോൽപ്പിക്കുന്നതിന് പകരം റോമാക്കാർക്ക് കീഴടങ്ങി കുരിശിൽ തൂക്കപ്പെടുകയാണ് യേശു ചെയ്തത്. അതുകൊണ്ട് യേശുവിനെ എങ്ങനെ മിശിഹ എന്ന് വിളിക്കും? ഇതാണ് ഇടർച്ചയ്ക്ക് കാരണമാണ് യേശു ക്രിസ്തു, കുരിശിൻ്റെ വചനം ഇടർച്ചയ്ക്ക് കാരണമാണ് യഹൂദർക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ച് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. കാരണം എന്താ? അവർ അടയാളം അന്വേഷിക്കുന്നില്ല. അവർ ഉദ്ദേശിക്കുന്നത് വലിയ വലിയ ജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങളാണ്. വിജ്ഞാനമാണ് അവർ അന്വേഷിച്ചു പോകുന്നത്. ജ്ഞാനമല്ല വിജ്ഞാനം. അതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചു, അടക്കം ചെയ്തു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പരിഹാസ്യ വിഷയമാണ്. ശരീരം ഉയർത്തെഴുന്നേറ്റുവെന്നോ, ഞങ്ങളിത് നിന്നോട് പിന്നീട് കേട്ടുകൊള്ളാം എന്നാണ് ഏഥൻസിലെ ജനം പൗലോസ് ലീഹായോട് അപ്പോസ്തല പ്രവൃത്തികളിൽ ചോദിക്കുന്നത്. അപ്പോൾ കുരിശിൽ തൂങ്ങി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യ വിഷയമാണ്, ഭോഷത്വമാണ്. ഇതിലൊന്നും ജ്ഞാനമില്ലല്ലോ. മിറക്കളുണ്ടെന്ന് പറയുന്നു, ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുന്നു. ഈ ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് ഒന്നുകിൽ അത് സുഖിക്കാനുള്ളതാണ്. ശരീരത്തിനുള്ളിൽ ഒന്നുമില്ല, ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവുണ്ട്, അത് മാത്രമാണ് മോക്ഷം പ്രാപിക്കുക. ശരീരം ഈ ആത്മാവിൻ്റെ തടവറയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഗ്രീക്കുകാർ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭോഷത്വമാണ്, കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹത്തോടാണ്, അതായത് രണ്ട് വശത്തു നിന്നും യഹൂദന്മാരോട് പറയുമ്പോഴും ഗ്രീക്കുകാരോട് പറയുമ്പോഴും കുരിശിൻ്റെ വചനം ഭോഷത്വമാണ് എന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ പലരും അത്ഭുതങ്ങളുടെ പിറകെ പോവുകയാണെങ്കിൽ അതിനർത്ഥം നാം യഹൂദന്മാരെ പോലെ അടയാളങ്ങൾ അന്വേഷിക്കുന്നവരാണ് എന്നാണ്. ആ ധ്യാനകേന്ദ്രത്തിൽ അത്ഭുതം, ഈ ധ്യാനകേന്ദ്രത്തിൽ അത്ഭുതം, ഇന്നൊരു വ്യക്തി വന്നിട്ടുണ്ട്, ആ വ്യക്തിക്ക് ഭയങ്കര അടയാളമാണ്, അത്ഭുതമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ വ്യക്തികൾ പിറകെ പോകുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നമ്മൾ യഹൂദരെ പോലെയാണ്. നമുക്ക് സമ്പത്തിൻ്റെ സുവിശേഷം മതി, നമുക്ക് ഐശ്വര്യത്തിൻ്റെ സുവിശേഷം മതി, നമുക്ക് രോഗശാന്തിയുടെ സുവിശേഷം മതി. കുരിശിൻ്റെ വചനം, സഹനത്തിൻ്റെ വചനം വേണ്ട എന്ന് പറഞ്ഞാൽ അത് സുവിശേഷ വിരുദ്ധമാണ്. ഇതുപോലെ തന്നെയാണ് ചിലർ ജ്ഞാനം അന്വേഷിക്കുന്നതിന് പകരം വിജ്ഞാനം അന്വേഷിക്കും. ബൈബിൾ എടുത്തുകൊണ്ട് ഇതിൽ സൃഷ്ടികർമ്മം എവിടെയാണ്, അപ്പോൾ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത്, അത് ആധുനിക ലോകത്തിലെ സയൻസുമായി എങ്ങനെ താതാത്മ്യപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ സയൻസ് കണ്ടുപിടിക്കുന്ന അത്ഭുതങ്ങൾ ബൈബിളിലുണ്ടോ, ബൈബിളിലുള്ള കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രീയമായിട്ട് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിച്ച് ബൈബിളിലൂടെ, വചനങ്ങളിലൂടെ ശാസ്ത്രം അന്വേഷിച്ചു പോകുന്ന വ്യക്തികൾ, സയൻസിൻ്റെ വലിയ വലിയ സംഭവങ്ങളാണ് ബൈബിളിൽ അടങ്ങിയിരിക്കുന്നതെന്നെല്ലാം തെറ്റിദ്ധരിച്ച് വചനത്തിൻ്റെ ഉള്ളിലൂടെ ശാസ്ത്രം അന്വേഷിച്ചു പോകുന്ന വിഡ്ഢിത്തങ്ങൾ, ഇങ്ങനെയുള്ള വിജ്ഞാനം അന്വേഷിച്ചു പോകുന്നവർക്കും കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. ഇത് വസ്തുത മനസ്സിലാക്കണം. അപ്പോൾ ചിലർ ബൈബിൾ പഠിക്കുന്നത് ശാസ്ത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാൽ ചിലർ അത്ഭുതങ്ങളും അടയാളങ്ങളും പിറകെ പോവുകയാണ്. കുരിശിൻ്റെ വചനം എന്ന് പറയുന്നത്, സഹനത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്, രക്ഷ യേശു വാങ്ങിത്തന്നത് സഹനത്തിലൂടെ ആയതുകൊണ്ട് അത് വിജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. അതുപോലെ തന്നെ അത് അടയാളങ്ങളും അത്ഭുതങ്ങളിലും പിറകെ പോകുന്നവർക്ക് വേണ്ടിയുള്ളതല്ല എന്ന് പൗലോസ് ലീഹ വളരെ വ്യക്തമായി ഇവിടെ അടിവരയിട്ട് സ്ഥാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയത്. എന്നിട്ട് പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയിലെ ആളുകളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ യഹൂദന്മാരെ പോലെയല്ല, നിങ്ങൾ വിജ്ഞാനികളുമല്ല, ഗ്രീക്കുകാരെ പോലെ വിജ്ഞാനികളുമല്ല. അതുകൊണ്ട് ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായ വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്തു എന്നാണ് പൗലോസ് ലീഹ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ക്രൂശിതനെ കുറിച്ചുള്ള സന്ദേശം പൗലോസ് ലീഹ പറയുകയാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്. പൗലോസ് ലീഹ കൊറിന്തോസ് സഭയിലേക്ക് കടന്നു വന്നു. ഈ കടന്നു വന്നപ്പോൾ പൗലോസ് ലീഹയ്ക്ക് നല്ല അറിവുണ്ട്, നല്ല ജ്ഞാനമുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൗലോസ് ലീഹയ്ക്ക് നിയമങ്ങളെക്കുറിച്ചറിയാം. പൗലോസ് ലീഹയ്ക്ക് ക്രൈസ്തവ ദൈവശാസ്ത്രം നന്നായിട്ട് അറിയാം. എങ്കിലും പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയിൽ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ കർത്താവിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തിയും
അഭിഷേകവുമാണ് അവർക്കിടയിൽ പ്രയോഗിച്ചത്. അതിനെ പറ്റിയാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്തുകൊണ്ടാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, സഹോദരൻ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. അതായത് വാക്കുകൾ അമ്മാനം ആടിക്കൊണ്ട് പ്രസംഗിക്കുകയല്ല ചെയ്തത്, അതുപോലെ അറിവ് വിതരണം ചെയ്യുകയും അല്ല ചെയ്തത്. അതിന് കാരണം പറയുന്നുണ്ട്. നിങ്ങളിടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ്ലീഹ അവർക്ക് മുമ്പിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അതല്ലാതെ വാഗ്വിലാസത്താലോ വിജ്ഞാനത്തിൻ്റെതായ കാര്യങ്ങളൊന്നും തന്നെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അടുത്തത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, പൗലോസ്ലീഹ അവരോട് സംസാരിക്കുമ്പോൾ ദുർബലനും ഭയചകിതനുമായിരുന്നു. കാരണം അറിവ് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, പകരം എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മാവിൻ്റെ ശക്തി, സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഭിഷേകത്തോടുള്ള ശുശ്രൂഷ മാത്രമാണ് അവിടെ ചെയ്തത്. അല്ലാതെ അറിവിനെക്കുറിച്ചോ വിജ്ഞാനത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഭയചകിതനായിട്ടാണ് പ്രസംഗിച്ചത്. ദുർബലനായിരുന്നു, അത് തനിക്കറിയാവുന്ന അറിവുകളൊന്നും പറഞ്ഞു കൊടുക്കാൻ നിന്നിട്ടില്ല എന്ന കാര്യം പൗലോസ്ലീഹ ഇവിടെ പറയുക. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. അതായത് ദൈവിക ശക്തിയുടെ ഒരു വെളിപ്പെടുത്തലാണ് അവർക്ക് മുമ്പിൽ ശുശ്രൂഷയായിട്ട് ചെയ്തു പോയത്. അതിനുള്ള കാരണം പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. അപ്പം ഇങ്ങനൊരു ശുശ്രൂഷ നടത്താനുള്ള കാരണം അറിവല്ല, പകരം ദൈവശക്തിയാണ് നയിക്കേണ്ടത് വിശ്വാസത്തിലേക്ക് എന്നുള്ള ഒരു തലത്തിലേക്കാണ് പൗലോസ്ലീഹ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്നിട്ട് അടുത്ത വരിയിൽ പറയുകയാണ്, ഇപ്പോഴത്തെ കാര്യം പറയണേ, എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയോട് വിജ്ഞാനവും അറിവും ഒന്നും പറഞ്ഞു കൊടുക്കാഞ്ഞത്? അതിനുള്ള കാരണം അവർ പക്വതയെ പ്രാപിച്ചിട്ടില്ല. അവരുടെ ലൈഫ്, അവരുടെ ജീവിതം സന്മാർഗിക ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് മുമ്പിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തൽ നൽകിയത്. എന്നാൽ അവർക്ക് മുമ്പിൽ പക്വമതികളോട് എന്ന പോലെ പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രബോധന രീതിയാണ് പറയുന്നത്. ആദ്യം ഒരു വ്യക്തികളെ നേടുമ്പോൾ കൊടുക്കേണ്ട സുവിശേഷവും, അതിനുശേഷം പക്വതയാർന്ന ജനത്തോട് നൽകേണ്ട സുവിശേഷവും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് തലങ്ങളെ കുറിച്ച് പൗലോസ്ലീഹ പറയാം. പക്വമതികളോട് എന്ത് പറയും? വിജ്ഞാനം പ്രസംഗിക്കും. എന്ത് വിജ്ഞാനം? ദൈവിക ജ്ഞാനം പ്രസംഗിക്കും. ആ വസ്തുതയെ പറയുന്നത് അത് വളരെ വ്യക്തമായി പറയുകയാണ്. പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖമായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. എന്താ പറയുന്നത്? രണ്ട് തരം ജ്ഞാനത്തെ പറ്റി പറയാം. ഒന്ന് ജ്ഞാനം, രണ്ട് വിജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് അനശ്വരമാണ്. കാരണം ദൈവം നശിക്കുന്നില്ല, സ്വർഗവും നരകവും നശിക്കുന്നില്ല, മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതി ഒന്നും നശിച്ചു പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ വിഷയങ്ങളെല്ലാം ജ്ഞാനത്തിൻ്റെ തലത്തിലുള്ളതാണ്. എന്നാൽ ഭൗതികമായ എല്ലാ വിജ്ഞാനങ്ങളും, സയൻസോ സാമൂഹികമോ മാത്തമെറ്റിക്സോ, ഇതെല്ലാം നശ്വരങ്ങളാണ്, അത് നശിച്ചു പോകും. അപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ നാശോന്മുഖമായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, ലൗകിക വിജ്ഞാനവുമല്ല. അതായത് സയൻസ് പഠിച്ച് പ്രസംഗിക്കുകയോ സാമൂഹികശാസ്ത്രം ചരിത്രമോ പഠിച്ച് പ്രസംഗിക്കുകയോ അല്ല പൗലോസ്ലീഹ ചെയ്തത്. ദൈവിക ജ്ഞാനമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആ ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രത്യേകത കൂടി പറയാം. 7-ാമത്തെ വാക്യം, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് കാറ്റഗിസം പഠിപ്പിക്കണമോ അതോ സ്കൂളിൽ പഠിപ്പിക്കണമോ? അവന് ട്യൂഷനുണ്ട്, അത് കാരണം കൊണ്ട് കാറ്റഗിസത്തിൽ നിന്ന് വരില്ല മാഷേ എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഏതാണ് വലുത്? രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇതാണ് സ്വർഗീയ ജ്ഞാനം. ഇതാണ് നാം പഠിക്കുന്ന കാറ്റഗിസത്തിൻ്റെ പ്രത്യേകത, ദൈവിക വിഷയങ്ങളുടെ പ്രത്യേകത. എന്നാൽ മറ്റതാകട്ടെ, അതായത് ഭൗതികമായ കാര്യങ്ങളാകട്ടെ, അത് അധികാരികളുടെ ലൗകിക വിജ്ഞാനം,
അധികാരികളുടേതാണ്, ഇത് ഈ ലോകത്തിൻ്റെതാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ അറിവ് എന്ന് പറയുന്നത്, അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അത് നിഗൂഢമാണ്, രഹസ്യാത്മകമാണ്. അതുപോലെ തന്നെ ദൈവം തൻ്റെ മഹത്വത്തിന് വേണ്ടി യുഗങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിട്ടുള്ളതാണ്. അനാദികാലത്തെ ഉള്ള ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ് ഇത് പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം വസ്തുത പറയുക. അപ്പം പിന്നെ ഈ ജ്ഞാനത്തെക്കുറിച്ച്, ദൈവിക ജ്ഞാനത്തെക്കുറിച്ചുള്ള മഹത്വം കണ്ണുകൾ കണ്ടിട്ടില്ല, ചെവികൾ കേട്ടിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള മഹത്വപൂർണ്ണമായൊരു വർണ്ണനയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. എന്നിട്ട് മനുഷ്യൻ്റെ വിജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും തമ്മിലുള്ള കമ്പാരിസൺ നടത്തുകയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് സകല ഹൃദയങ്ങൾ, മനുഷ്യരുടെ ഹൃദയങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. മനുഷ്യരുടെ ജ്ഞാനത്തിന് അത് പറ്റുമോ? സകല രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നതാണ്. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അത് മനുഷ്യരുടെ ഏതെങ്കിലും അറിവിന് പറ്റുമോ? അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ആത്മാവ് അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ ആരാണ് അറിയുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. പരിശുദ്ധാത്മാവാണ് ഈ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുക. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചിരിക്കുന്നത് ദൈവിക രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ലഭിച്ചിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത പറയുക, തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയില്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകത പറഞ്ഞു തരിക, ഈ ദൈവിക ജ്ഞാനവും മാനുഷിക ജ്ഞാനവും തമ്മിലുള്ള ഡിഫറൻസ്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്, അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടുകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ലൗകിക ജ്ഞാനമുള്ളവർ വലിയ വലിയ തസ്തികകളിൽ കയറിപ്പോകും. ഡോക്ടർമാരാകാം, എഞ്ചിനീയർമാരാകാം, കളക്ടർമാരാകാം, ഏത് തസ്തികയിലും കയറിപ്പോകാം. പക്ഷെ ആത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കുന്നവരെ പറ്റി പറയുകയാണ്, അവർക്കത് ചിലപ്പോൾ ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല, ഇത്രയും അറിവുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ അവർക്ക് ആത്മാവിൻ്റെ ജ്ഞാനം ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല എന്നുള്ള കാര്യം കൂടിയും വ്യക്തമാക്കി പറയുക. അത് പഠിപ്പുള്ളത് കൊണ്ടല്ല, ആ വ്യക്തി വില കൊടുക്കുന്നതിനനുസരിച്ച്. അത് പ്രത്യേകം പറയട്ടെ, ആത്മാവിന് ജ്ഞാനം അന്വേഷിച്ച് പോയാൽ ലഭിക്കും. പക്ഷേ ഏതാണ് വലുതെന്ന് തീരുമാനിച്ച് മനസ്സിലാക്കി വിവേചിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഈ ഒരു വസ്തുതയോട് പറയുന്നത്, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, മനുഷ്യനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഇതാണ് ജ്ഞാനം, ക്രിസ്തുവിൻ്റെ മനസ്സ്. അതായത് ലോകത്തെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കുക എന്ന് പറയുന്ന പേരാണ് സുവിശേഷം. പലരും സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിലൂടെ ലോകത്തെ കാണുകയാണ്. നമ്മളെങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മളെങ്ങനെ വ്രതമെടുക്കണം, നമ്മളെങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കണം എന്നുള്ള പ്രസംഗങ്ങളെ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നില്ല. സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിലൂടെ മനുഷ്യനെ കാണുന്ന ആ കാഴ്ചപ്പാടിലുള്ള സുവിശേഷ പ്രസംഗത്തെയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതാണ് ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസമെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1-2 അധ്യായങ്ങൾ പൂർത്തീകരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അനേകർക്ക് ഈ വചനത്തിലൂടെ പഠിച്ചു വളരുവാൻ, ബൈബിൾ വായിക്കുവാനും ഓരോ ദിവസവും 2 അധ്യായം എങ്കിലും വായിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അങ്ങനെ മുന്നോട്ട് പോകുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.